ഗുഡ് മോർണിംഗ്. അമ്മോട് പിണക്ക, അമ്മോട് പിണക്ക. ഗുഡ് മോർണിംഗ്. ഹായ് ഹലോ. ഇന്ന് കുട്ടാപ്പൂൻ്റെ ഒരു ഡേ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. കുട്ടാപ്പൂ ഒരു 6:30-7 മണി സമയത്താണ് സാധാരണ എണീക്കാറുള്ളത്. ചില സമയത്ത് ഇച്ചിരി നേരത്തെയും ചില സമയത്ത് ഇച്ചിരി വൈകിയൊക്കെ എണീക്കാറുണ്ട് കേട്ടോ. അത് രാത്രി അവൾ ഉറങ്ങുന്നതിനനുസരിച്ചിട്ടാണ് അവൾ എണീക്കാറുള്ളത് കാലത്ത്. അത് കഴിഞ്ഞ് നേരെ ഞാൻ ബ്രഷ് ചെയ്യാൻ കൊണ്ടുപോകാറുണ്ട്. 6 മാസത്തിലൊക്കെ പല്ല് വന്ന സമയത്ത് കയ്യിൽ യൂസ് ചെയ്യുന്ന ബ്രഷ് ഉണ്ടല്ലോ, ഒരു ചെറിയ ബ്രഷ്, അത് വെച്ചിട്ടായിരുന്നു കുട്ടാപ്പിന് പല്ലൊക്കെ ക്ലീൻ ചെയ്തിരുന്നത്. അതിനുശേഷം ഒരുപാട് പല്ല് വന്ന സമയത്ത് ഇച്ചിരി കേടൊക്കെ വരാൻ തുടങ്ങി. അതിനുശേഷമാണ് നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് ഈ ഒരു പേസ്റ്റ് നമുക്ക് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തത്. ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ കുട്ടാപ്പൂന് പല്ല് തേപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് കുട്ടാപ്പൂന് കുളിപ്പിക്കാൻ കൊണ്ടുപോകും. ഈ ചെമ്പരത്തിയാടി കെയറാണ് അവൾക്ക് യൂസ് ചെയ്യാറുള്ളത്. ആഴ്ചയിൽ ഒരു ദിവസമാണ് എണ്ണ തേപ്പിച്ചിട്ട് കുളിക്കാറുള്ളത് കേട്ടോ. പിന്നെ ഈ ഷാമ്പു ആണ് നമ്മൾ കുട്ടാപ്പൂന് വാഷ് ചെയ്യാൻ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. നല്ല ഷാമ്പു ആണ്. അതുപോലെ തന്നെ സോപ്പ് നമ്മുടെ കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ സോപ്പ് തന്നെയാണ് കേട്ടോ. നല്ല മണമാണ്. അതുപോലെ തന്നെ നല്ല ഗ്ലോ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മളുടെ കുട്ടാപ്പൂന്. അത് കഴിഞ്ഞ് കുട്ടാപ്പൂ വേഗം പ്രാർത്ഥിക്കും പോയിട്ട്. ഇത് സ്ഥിരമുള്ളതാണ്, ക്യാമറയുടെ മുന്നിൽ കാണിക്കാനുള്ളതല്ല. അവൾ എന്നും കുളിച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാറുണ്ട്. അത് ചെറുപ്പം മുതലേ നമ്മൾ ശീലാക്കിയത് കൊണ്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുട്ടാപ്പൂ അമ്പലത്തിലൊക്കെ പോയി വന്ന് അവിടുത്തെ പ്രസാദം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ തറവാട്ടമ്പലത്തിൽ കൊണ്ടുപോയിട്ട് കുട്ടാപ്പൂന് തൊഴിയിപ്പിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കുട്ടാപ്പൂന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളപ്പും ചിക്കൻ കറി ആയിരുന്നു. കുട്ടാപ്പൂ സ്വയം കഴിക്കാറുണ്ട് കേട്ടോ. കുറേയൊക്കെ അവൾ സ്വയം തന്നെയാണ് കഴിക്കാറുള്ളത്. ഞാനങ്ങനെ വാരി കൊടുക്കണം അവൾക്ക് കാര്യമായിട്ട് ഇഷ്ടമൊന്നുമല്ല. എന്നാലും ഞാൻ ഇടയ്ക്ക് വാരി കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ആൾ സ്വയമായിട്ട് കഴിക്കാനാണ് ഇഷ്ടമുള്ളത്. അത് കഴിഞ്ഞിട്ട് കുട്ടാപ്പൂന് വേഗം ഞാൻ ഡ്രസ്സൊക്കെ മാറി കൊടുത്തിട്ട് മുടിയൊക്കെ 2 സൈഡ് കെട്ടി നല്ല സുന്ദരി കുട്ടിയാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത് അധികം നേരം നിൽക്കില്ല. കുട്ടാപ്പൂ വേഗം അതൊക്കെ വലിച്ച് കളയും കേട്ടോ. അപ്പോൾ കുട്ടാപ്പൂൻ്റെ ഒരു മുത്തിയമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ മുത്തിയമ്മയുടെ കൂടെ ഇരുന്ന് നല്ല കളിയാണ് കേട്ടോ. ഇവിടുത്തെ അച്ഛൻ്റെ അമ്മയുടെ അനിയത്തിയാണ്. അപ്പോൾ 2 മുത്തശ്ശിമാരുടെ കൂടെ ഇരുന്ന് ഭയങ്കര കളിയായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ചോറും അതുപോലെ തന്നെ മോരുകറി ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ഇടയ്ക്ക് നമ്മൾ മുട്ടയും അതുപോലെ തന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കൊടുക്കാറുണ്ട്. അതിനുശേഷം അവൾ നന്നായിട്ട് ഉറങ്ങും കേട്ടോ. ഒരു ഉച്ച സമയത്ത് ചിലപ്പോൾ 2 മണി വരെയൊക്കെ ഉറങ്ങാറുണ്ട്, അല്ലെങ്കിൽ 2:30 വരെ ഉറങ്ങാറുണ്ട്. അത് കഴിഞ്ഞ് കുട്ടാപ്പൂന് വൈകുന്നേരം ആകുമ്പോൾ ഇതേപോലെ ഒരു ഗ്ലാസ് ഹോർലിക്സും കൂടി കൊടുക്കാറുണ്ട് കേട്ടോ. കുട്ടാപ്പൂന് ഇന്ന് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഞാൻ അടയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ശർക്കരയുടെ അവൾക്ക് ഇടയ്ക്ക് നല്ല ഇഷ്ടമാണ്. ചില സമയത്തൊക്കെ നന്നായി കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ശർക്കരയുടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതുപോലെ ഹോർലിക്സും. അപ്പോൾ അത് കുട്ടാപ്പൂന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുട്ടാപ്പൂ കുറച്ച് നേരം കളിക്കും. പിന്നെ എനിക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് കുട്ടാപ്പൂന് രാത്രി ചോറും അതുപോലെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അത് കൂട്ടി അവൾ സ്വയമായിട്ട് കഴിക്കും കേട്ടോ. ഇതാണ് കുട്ടാപ്പൂൻ്റെ ഡേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.